തീർച്ചയായും ഡോക്ടർ ടി.പി. സേതുമാധവൻ NEP-യുടെ ഭാഗമായി കൂടുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ പണം ചിലവാക്കുന്ന കാര്യമടക്കം സൂചിപ്പിക്കേണ്ടത്. പക്ഷേ NEP-യുടെ ഭാഗമായുള്ള PM ശ്രീയിലടക്കം സംസ്ഥാനം ഒപ്പിട്ടിട്ടില്ല. ഈ വഴിക്കും 1500 കോടി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ പോയാൽ കേരളം എവിടെ എത്തി നിൽക്കുമെന്നൊരു ചോദ്യം താങ്കൾ നേരത്തെ മുൻപ് പല ചർച്ചകളിലും പല ആശങ്കകളും പങ്കുവച്ചിട്ടുണ്ട്. വിയോജിപ്പുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തത കുറവുമുണ്ടെങ്കിൽ തുറന്ന ചർച്ചകളും ഒക്കെ നടത്തി മുന്നോട്ട് പോകേണ്ടതിന് പകരം ഈ ഒരു മറുപടിയുമായി മുന്നോട്ട് പോകാൻ എത്ര നാൾ കേരളത്തിനും സാധിക്കും, വിയോജിച്ച് നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്കും കഴിയും? ഞാൻ ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് എനിക്ക് തൊട്ട് മുമ്പ് സംസാരിച്ച വിദ്യാഭ്യാസ വിദഗ്ധൻ പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. അതായത് വിദേശ സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ 10 ലക്ഷം കുട്ടികളെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചെറിയൊരു മാറ്റം വരുന്നു മാത്രമേ ഉള്ളൂ. വിദേശ സർവകലാശാലകൾ പഠിച്ചൊരു വ്യക്തി നിലയിൽ എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരു വിദ്യാർത്ഥി ഓസ്ട്രേലിയയിൽ പോയി പഠിക്കണമെങ്കിൽ ഒരു വർഷം 20 ലക്ഷം രൂപയിലധികം ചെലവ് വരും. നേരെ മറിച്ച് തിരിച്ച് ഇന്ത്യയിലെ ഒരു ഓസ്ട്രേലിയൻ ക്യാമ്പസിൽ പഠിക്കുകയാണെങ്കിൽ അതിന്റെ ചെലവ് ഒരുപക്ഷെ 25% 20% മാത്രമേ വരുന്നുള്ളൂ. ഇതാ വിദഗ്ധൻ മനസ്സിലാക്കണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ അത് പറഞ്ഞ വിദഗ്ധൻ ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഒന്ന് നന്നായി ഇരുന്ന് വായിക്കണം. വായിച്ച് അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ആരെങ്കിലും പറഞ്ഞതിന് തിരിച്ചു വീണ്ടും പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത് അത്ര ശുഭകരമല്ല എന്നതാണ് എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത്. കേരളം ഈ രംഗത്തേക്ക് നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ ഒരുപാട് പ്രിപ്പയർനെസ് ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും ഇപ്പൊ കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 4 വർഷം ഓണേഴ്സ് പ്രോഗ്രാം ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷെ പല വിദഗ്ധരുടെ അഭിപ്രായം വെച്ച് തുടങ്ങിക്കഴിഞ്ഞ് 4 വർഷത്തെ ഓണേഴ്സ് പ്രോഗ്രാമിന് പരീക്ഷ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അശാസ്ത്രീയത കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ അശാസ്ത്രീയത ഒഴിവാക്കിക്കൊണ്ട് അത് കൂടുതൽ ശാസ്ത്രീയതയിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിലെ വിദ്യാഭ്യാസ വിദഗ്ധർ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അത് കുറച്ച് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. സ്കിൽ വികസനത്തിന് സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഉന്നത വിദ്യാഭ്യാസ തലത്തിലും പ്രാധാന്യം നൽകണം. കേരളത്തിൽ സ്കിൽ വികസനത്തിന് നല്ല മാതൃകകളുണ്ട്. അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാം അസാപ്പ് ഉണ്ട്. അതുപോലെ കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ് ഉണ്ട്. അതുപോലെ KDISC ഈ രംഗത്ത് മാതൃകാപരമായി പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പൊ സ്കിൽ വികസനത്തിന് പ്രാധാന്യം നൽകണം. അതിനപ്പുറം കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ ദ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിന് ഇത് മുമ്പേ മിസ്റ്റർ ഷാനവാസു അത് സൂചിപ്പിച്ചു. ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിന് വലിയ പ്രാധാന്യം നൽകണം. പിന്നെ എന്താണ് ട്രാൻസ് ഡിസിപ്ലിനറി, എന്താണ് മൾട്ടി ഡിസിപ്ലിനറി എന്നൊക്കെ ഒരാൾ ചോദിക്കുന്ന കേട്ടു. പക്ഷെ ട്രാൻസ് ഡിസിപ്ലിനറി ഒരു സർവകലാശാലയിലെ അല്ലെങ്കിൽ ഒരു കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു അധ്യാപന ഒരു കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനായി ചേർന്നുകൊണ്ട് ഒരു പ്രൊജക്ട് ചെയ്യുന്നതും അങ്ങനെ പല മേഖലയിലും പ്രവർത്തിക്കുന്നതിന് ഒരുപാട് അവസരങ്ങളുണ്ട്. ഞാൻ തന്നെ ഇപ്പൊ പ്രവർത്തിക്കുന്ന സർവകലാശാല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസായി ചേർന്നുകൊണ്ട് നിരവധി മേഖലകളിൽ ട്രാൻസ് ഡിസിപ്ലിനറി പ്രൊജക്ടുകൾ നടപ്പിലാക്കി വരുന്നു. അപ്പൊ മൾട്ടി ഡിസിപ്ലിനറി ട്രാൻസ് ഡിസിപ്ലിനറി എന്നുള്ളത് ഒരു പുതിയ ആശയമൊന്നുമല്ല. അത് നടപ്പിലാക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഒരുപക്ഷെ കേരള യൂണിവേഴ്സിറ്റിയിൽ നടത്താൻ പറ്റാതെ പരാജയപ്പെട്ട പലരും ഉണ്ടായേക്കാം. പക്ഷെ അവർ ഇതിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരുപാട് സാധ്യതകൾ ഈ രംഗത്തുണ്ട്. ട്രാൻസ് ഡിസിപ്ലിനറി ഗവേഷണത്തിനാണ് ഇപ്പൊ ഏറ്റവും പ്രാധാന്യമേറുന്നത്. ഇപ്പൊ തന്നെ 4 വർഷത്തെ ഓണേഴ്സ് പ്രോഗ്രാമിൽ മൈനർ സബ്ജക്ട് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ മൈനർ വിഷയങ്ങൾ വിദ്യാർത്ഥിയുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കാം. നേരത്തെ ഷാനവാസ് സൂചിപ്പിച്ച പോലെ മ്യൂസിക് എക്കണോമിക്സിന്റെ കൂടെ തിരഞ്ഞെടുക്കുന്നതിൽ എന്താ തെറ്റ്? വിദ്യാർത്ഥിയുടെ താല്പര്യവും അഭിരുചിയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കോമ്പിനേഷനുകളിലേക്ക് പോകാൻ വിദ്യാർത്ഥിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ അനുവദിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അഭ്യസ്തവിദ്യരായ യുവതീവാക്കളുടെ എണ്ണം ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ്ലി ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ അതിന്റെ ആനുപാതികമായ തൊഴിലില്ലായ്മയുണ്ട്. അപ്പൊ ഈ തൊഴിലില്ലായ്മ പരിഹരിക്കണമെങ്കിൽ സ്കിൽ വികസനത്തിന് മുന്തിയ പരിഗണന നൽകണം. അതോടൊപ്പം തന്നെ കേരളം പല രീതിയിലും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം, ഇതുവരെ തീരുമാനം കാത്തിരിക്കുകയാണ്. വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിൽ ക്യാമ്പസ് തുടങ്ങാൻ പറ്റുമോ എന്ന കാര്യത്തിലും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും ഒരു സമവായം അടുത്തിടെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു അർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലും മികച്ച ഗവേഷണവും വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള മികച്ച ഇന്റർഫേസും ലഭിക്കണമെങ്കിൽ അതിനുള്ള അവസരം ഒരുക്കാൻ NEP-യിലെ നല്ല വശങ്ങൾ കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ വളരെ നന്നായിരിക്കുമെന്നൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്.